വിനീത, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം നടപടികൾ കടുപ്പിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾക്ക് പുതിയ നിർദ്ദേശവുമായി എത്തിയിട്ടുണ്ട്. അതായത് പാക് പൗരന്മാരെ കണ്ടെത്തി എത്രയും വേഗം തിരിച്ചയക്കണം എന്നുള്ള നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത്. അതിന് സമയപരിമിതിയുണ്ടോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയത്? വിനീത. ശ്രീനിത, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ഫോണിൽ വിളിച്ചാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ പൗരന്മാരെ അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇവരെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ ഉടനടി തന്നെ സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. ഒപ്പം തന്നെ ഏതെങ്കിലും പാകിസ്ഥാൻ പൗരന്മാർ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തുടരുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിസ നിലപാടുകളിലടക്കം കടുത്ത ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു രാജ്യം. 27-ന് പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയിരുന്ന വിസ കാലാവധി ഇന്ത്യ അവസാനിപ്പിക്കും. ഒപ്പം തന്നെ 29-ന് മെഡിക്കൽ വിസ കാലാവധിയും അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ എത്രയും വേഗം തിരികെ നാടുകളിലേക്ക് മടങ്ങണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സമയപരിധി കഴിഞ്ഞാൽ ഈ അതത് സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇല്ല എന്നുള്ള കാര്യം അത് ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉറപ്പുവരുത്തണം. ഇത് കഴിഞ്ഞ് ഈ നടപടിക്ക് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ തുടരുകയാണെങ്കിൽ അതിനെതിരെ നടപടിയടക്കം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അവർക്കെതിരെയുള്ള അവരെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ആ സംസ്ഥാന തലത്തിൽ അത് ശേഖരിച്ച് കേന്ദ്രത്തിന് കൈമാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ BSF ജവാനെ വിട്ടുകിട്ടാനായിട്ടുള്ള തീവ്ര ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അതിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഇപ്പോൾ ഏതായാലും ജവാൻ ഇപ്പോൾ പിടികൂടിയിട്ട് ഇപ്പോൾ 2 ദിവസമാകുന്നു. അല്പസമയം മുമ്പാണ് BSF ചീഫ്, BSF മേധാവി, ഹോം സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വിശദീകരിച്ച് നൽകി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. സേന ഫ്ലാഗ് മീറ്റിംഗ് നടത്തി അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ ഒരു അഭ്യർത്ഥന, ഒരു ശ്രമമൊക്കെ നടത്തിയതാണ്. പക്ഷേ പാകിസ്ഥാൻ അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചില്ല. പാകിസ്ഥാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല 2 ഫോട്ടോ, ഇദ്ദേഹത്തിൻ്റെ 2 ചിത്രങ്ങൾ പുറത്തു വിടുകയും ചെയ്തു. ഏതായാലും കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. നമ്മുടെ രാജ്യം കാത്തിരിക്കുന്ന പോലെ ഈ കുടുംബവും അവരുടെ പ്രിയപ്പെട്ടവരുണ്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ പിടികൂടിയ ജവാന്റെ ഭാര്യ രജനി കൊൽക്കത്ത സ്വദേശിനിയാണ്. ഇദ്ദേഹവും ബംഗാൾ സ്വദേശിയാണ്. അവർ കുടുംബസമേതം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥന നടത്തുകയാണ്. ഇനിയും വൈകാതെ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടി വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്തണം എന്നതാണ് അവർ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. അതുകൊണ്ട് വൈകുന്തോറും കുടുംബത്തിൻ്റെ ആശങ്ക വർദ്ധിക്കുക മാത്രമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ഫ്ലാഗ് മീറ്റിങ്ങിന് പാകിസ്ഥാൻ തയ്യാറാവുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ കേന്ദ്രം അതിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് കുടുംബം ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ BSF മേധാവി ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയെ ഇക്കാര്യം വിശദീകരിച്ച് ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ഭാഗമായോ പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയ ആളല്ല. മറിച്ച് ഈ പ്രദേശത്ത്, ഈ ഫിറോസ്പൂരിലെ, അതായത് പഞ്ചാബിലെ ഫിറോസ്പൂരിലെ മാംഡോട്ട് എന്ന സ്ഥലത്താണ്, സെക്ടറിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കർഷകർ, കൃഷി ചെയ്യാൻ വന്ന കർഷകർക്ക് അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് 2 BSF ജവാന്മാർ എന്നും പോകാറുണ്ട്. അങ്ങനെ പോയ ജവാന്മാരിൽ ഒരാളാണ് അല്പം വെയിൽ കൂടിയപ്പോൾ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ്, തള്ളൽ തേടിയപ്പോഴാണ് അതിർത്തി മറികടന്ന് പോകുന്നത്. അവിടെ വെച്ചാണ് പെട്ടെന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എത്തി അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുപോകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരമടക്കം പല വിവരങ്ങളും നമുക്കിപ്പോഴും ലഭ്യമല്ല. 2 ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാശങ്ക കുടുംബത്തിന് സ്വാഭാവികമായുണ്ട്. അതേ ആശങ്ക നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യമുണ്ട് BSF ജവാന്റെ കാര്യത്തിൽ. പക്ഷേ എത്രയും വേഗം അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് രാജ്യം അറിയിക്കുന്നത്, മേധാവികൾ അറിയിക്കുന്നത്. എന്തായാലും എത്രയും വേഗം അദ്ദേഹം മോചിതനാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഭീകരരെ വളയാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ മേഖലയുടെ ഒരു കിടപ്പ് അങ്ങനെയാണ്, ജോഗ്രഫിക്കലി സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാകണം. ഒരിക്കൽ കശ്മീരിലെ ടൂറിസം വളരെ പ്രശ്നത്തിലായിരുന്നു. ഒരാൾക്കും പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഈ നോർവീജിയൻ വിനോദസഞ്ചാരിയുടെ ആ ഒരു കൊലപാതകത്തിനൊക്കെ ശേഷം. പക്ഷേ പിന്നീട് അതൊക്കെ പൂർവ്വസ്ഥിതിയിലായി കശ്മീർ ഒരു വികസന പാതയിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഈ ഒരു അപകടം, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം സംഭവിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാകട്ടെ.